നീ വേറെ ഒന്ന് കാണിക്കാട്ടോ. ഇങ്ങനെ വെക്കും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജസ്നയാണ്. ഇന്ന് ഈ ഒരു സംഭവം നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഒരു 20 വർഷം മുമ്പത്തെ എൻ്റെ ഒരു ജീവിതാനുഭവം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം. അപ്പോൾ 20 വർഷം മുമ്പ് എൻ്റെ വിവാഹത്തിന് ഞാൻ ആഭരണങ്ങളൊന്നും അണിയാതെയാണ് എൻ്റെ കല്യാണ പന്തലിലേക്ക് ഇറങ്ങി ചെന്നത്. കാരണം ഉപ്പാൻ്റെ മരണം, അതുപോലെ തന്നെ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കല്യാണത്തിന് ഇറങ്ങേണ്ടത് എന്ന് പോലും എനിക്ക് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ വെഡ്ഡിങ് പാലസ് എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു ദിവസത്തേക്ക് വേണ്ട കല്യാണവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വെഡ്ഡിങ് പാലസിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ കമോൺ. ഇവിടെ എന്തൊക്കെ വെറൈറ്റീസാണ് വെഡ്ഡിങ്ങിലുള്ളതെന്ന് പരിചയപ്പെടുത്തിക്കേ. വെഡ്ഡിങ്ങിന് മെയിനായിട്ടും ചോക്കർ ടൈപ്പാണ്. അത് സിൽവർ ആയിട്ടും ഉണ്ട്, ആൻറ്റിക് ടൈപ്പ് ഉണ്ട്, ലെയർ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് അതൊന്ന് നമുക്ക് കാണിക്ക്. ഇത് റോസ് ഗോൾഡ് ടൈപ്പാണ്. റോസ് ഗോൾഡ് അല്ലേ? നോക്കട്ടെ. ഓക്കെ. റേറ്റ് 650. ഇത് എങ്ങനെയാണ് ഈ റെന്റിനൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? റെന്റിന് നമ്മൾ കൊടുക്കല് 3 ദിവസത്തെ ക്യാപ്പ് ഇട്ടാ കൊടുക്കല്. 3 ദിവസത്തെ ക്യാപ്പ് ഇട്ടിട്ടാണ് കൊടുക്കല്. അപ്പോൾ ഒരു വെഡിങ് കഴിഞ്ഞ് അവരൊരു സൽക്കാരമൊക്കെ കഴിഞ്ഞ് വരുന്ന രൂപത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. കൊടുക്കും. നല്ല റോസ് ഗോൾഡ്, നല്ല ഭംഗിയുള്ള ആഭരണങ്ങൾ കേട്ടോ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് പറഞ്ഞത്? റേറ്റ് 650. 650 ഈ 3 ഡേയ്സിന് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇതിലൊക്കെ ഏതൊക്കെയാണ് ഐറ്റം വരുന്നത്? മൊത്തം ഇവിടെ എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെ വരുന്നത്? 300 മുതൽ സ്റ്റാർട്ടിങ് 3000 വരെ. 3000 വരെയുള്ള ഐറ്റംസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ മുകളിലൊക്കെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 300 മുതൽ 700 വരെ സ്റ്റാർട്ടിങ് ഉണ്ട്. 700 വരെ. പിന്നെ താഴെ ലെയർ ചെയിനുകളൊക്കെ? ലെയർ ചെയിൻ 500 മുതൽ 550 വരെ റേറ്റ് ഉണ്ട്. ഇതൊക്കെ റെന്റൽ തന്നെയാണ് അല്ലേ? റെന്റിലാണ്. റെന്റൽ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ടൈപ്പിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. അത് ആന്റിക് കളക്ഷനും സിൽവർ കളക്ഷനും സെറ്റായിട്ടും വരുന്നുണ്ട്. ലോങ് മാല വരുന്നുണ്ട്. ലോങ് മാലയൊക്കെ ഉണ്ട് അല്ലേ? സൂഫി നെക്ക് വരുന്നുണ്ട്. സൂഫി നെക്ക്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 250. 250 കിട്ടും. അടിപൊളി മാലൊക്കെ. ഈ സെക്ഷനൊക്കെ ആന്റിക് കളക്ഷൻ ആണ്. ഇത് കൂടാതെ ലോങ് ചെയിന്, സിമ്പിൾ സൂഫി ചെയിന്, അതിന് പുറമെ സെറ്റായിട്ട് വരുന്നുണ്ട് ചോക്കർ, ലെയർ ചെയിന്. ഇതൊരു സെറ്റ് ആയിട്ട് തന്നെയാണ് അല്ലേ? ഇതൊരു പെണ്ണിന് വേണ്ട എല്ലാ ഐറ്റംസും ഇതിൽ വരുന്നുണ്ട്. നെക്ലേസ്, ലോങ് മാല, ലെയർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? മാട്ടി ചുട്ടി ഒക്കെ ഉണ്ടോ? മാട്ടി ചുട്ടി എല്ലാ സെറ്റും ഉണ്ടായില്ലേ. അപ്പൊ റോസ് ഗോൾഡും അതുപോലെ തന്നെ ആന്റിക്കും അല്ലാതെ തന്നെ സിൽവറിലും വരുന്നുണ്ട് അല്ലേ ഒരുപാട് ഐറ്റംസ്. ഇതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേ? സിൽവർ 300 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1500 വരെയാണ് സിൽവറിന്റെ റേറ്റ്. പിന്നെ ഈ കാണുന്ന ഐറ്റംസ് മൊത്തം 300 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. നല്ല കണ്ണിനൊക്കെ നമുക്ക് നോക്കി നിൽക്കാൻ തോന്നും, എല്ലാം കൂടെ കൊണ്ടുപോകാനൊക്കെ തോന്നും. അത്രയും ഭംഗിയുണ്ട് കാര്യങ്ങൾ. അരപ്പട്ടകളൊക്കെ അല്ലേ ഇത്? അരപ്പട്ടയാണ്. അത് സിമ്പിൾ 300 മുതൽ സ്റ്റാർട്ടിങ് 800 വരെയാണ്. ഒന്നെടുത്തേ നോക്കട്ടെ. ഇതൊക്കെ 800 വരുന്നതാണോ? അത് 800 വരുന്നതാണ്. നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റെന്റിന് കൊടുക്കുന്നുണ്ട്. ബംഗിൾ സെറ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് ഓരോ പീസായിട്ടും കൊടുക്കുന്നുണ്ട്. ഓക്കെ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നത് റേറ്റ്? സെറ്റ് 120 ആയിട്ടാണ് വരുന്നത്. ഒരു സെറ്റിന് 120. പിന്നെ കുറച്ചുകൂടി ബംഗിൾസ് ആന്റി കളക്ഷൻ വർക്ക് കേട്ടോ. ഇത് ഓരോന്നിനും സെപ്പറേറ്റ് റേറ്റ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ. അതൊക്കെ എങ്ങനെയാണ്? 150, 190 ആ റേറ്റ്. അതൊക്കെ കല്യാണ പെണ്ണിന് ഉപയോഗിക്കുന്ന തന്നെയല്ലേ? അതായത് ബംഗിൾസിന് സെറ്റ് ചെയ്യണ കലീറ ടൈപ്പാണിത്. ഇത് റെന്റൽ തന്നെയാണ്. റെന്റൽ തന്നെയാണ് അല്ലേ? ഇതില് 3 ടൈപ്പ് വരുന്നുണ്ട് അല്ലേ? 3 ടൈപ്പ് വരുന്നുണ്ട്. സിൽവറും അതേപോലെ ഗോൾഡ് ആന്റിക്കും മോഡലിൽ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ് 200 മുതൽ 1200 വരെ. 200 മുതൽ 1200 വരെ ഇതിന്റെ റേറ്റ്. ഇപ്പോഴത്തെ പുതിയ ഐറ്റംസ് ട്രെൻഡിങ് ആയിട്ടുള്ള എന്തൊക്കെയുള്ളത് വെഡിങ്ങിന് വേണ്ടിയിട്ട്? ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പോൾ അറേബ്യൻ നൈറ്റ് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിയിരിക്കണം. അതിനുള്ള എല്ലാ ഓർണമെന്റ്സും ഇവിടെ ലഭ്യമാണ്. ആണോ? ഒന്ന് നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പൊളിച്ചു. ഇങ്ങോട്ട് നോക്കൂ നിങ്ങള്. ഇതൊരു ഫേസും. ഇതെന്താണ് ഐറ്റം എന്ന് പറയുന്നത്? ഇത് അറേബ്യൻ നൈറ്റിന്റെ മെയിൻ ആണ്. ഹെഡും ഫേസും പറയുന്ന ഒരു വെറൈറ്റി മോഡൽ. ഹെഡും ഫേസും പറയുന്നതാണ്. അപ്പൊ ഇനി ഇതാ മണവാട്ടി ആവുന്നവർക്ക് നൈറ്റിലൊക്കെ അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങാം അല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ വേറൊരു വെറൈറ്റി ഞാൻ കാണിക്കാം. വേറെ വെറൈറ്റി. ഇത് റൗണ്ട് മാത്രമല്ലല്ലോ. അത് ഹെഡിൽ ഇടണത്. ഇത് ഹെഡിൽ മാത്രമാണല്ലോ വെക്കുക കേട്ടോ. അത് കൂടാതെ വേറെ വെറൈറ്റി ഉണ്ട്. ഇനി വേറെ ഒന്ന് കാണിക്കാം കേട്ടോ. വേറെ ഏതുള്ളത്? ഇനി
ആ ഇത് നമ്മളെ ഈ നിക്കാബൊക്കെ അല്ലേ, നിക്കാബൊക്കെ കെട്ടുന്ന പോലെ. എങ്ങനെയുണ്ട്? ഒന്നും കൂടി പുതുതാരി ആവേണ്ടി വരും തോന്നുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. ഇതിപ്പോ ട്രെൻഡിങ് ആയി മാറിയിരിക്കണം. ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് നമുക്ക്? അത് 100 മുതൽ സ്റ്റാർട്ടിങ്. 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 100 മുതൽ സ്റ്റാർട്ടിങ്. അപ്പൊ 100 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റൂ അല്ലേ? അതിൽ പല വെറൈറ്റികളും ഉണ്ട്. വേറെ ഏതൊക്കെ വരുന്നത് ഇതില്? ഇത് ഹെഡ് മാത്രം ചെയ്യുന്നത് അല്ലേ? ഇതെങ്ങനെ ക്ലിയർ ആണോ? ഇങ്ങനെ വെക്കും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത തരത്തില് നമുക്കൊരു വെഡിങ്ങിന് ഒരു പെണ്ണിന് എങ്ങനെയൊക്കെ ഭംഗി കൂട്ടാം എന്നുള്ളതിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇനി ഒരുപാട് പല വെറൈറ്റീസിലുള്ള വെഡിങ് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. ഇത് ഏതൊക്കെയാണ് വരുന്നത്? ലെഹങ്ക ടൈപ്പാണ്. ഈ ലെഹങ്ക ടൈപ്പാണ്. ഈ മോഡലൊക്കെ ലെഹങ്കയാണ്. ഇത് സ്റ്റാർട്ടിങ് 1500 മുതൽ 3500 വരെ സ്റ്റാർട്ടിങ് റേറ്റ്. വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അത് കൂടാതെ സാരി സാരി വരുന്നുണ്ട്. അപ്പോൾ ലെഹങ്ക മാത്രമല്ല സാരിയാണ് ഇഷ്ടം എന്നുള്ളവർക്ക് സാരിയിലും വെഡിങ് കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഒരു പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതിന്റെയൊക്കെ നീറ്റ്നെസ് ഇതൊക്കെ എങ്ങനെയാണ്? കാരണം പല ആളുകളും കൊണ്ടുപോകുന്ന ഡ്രസ്സുകളാണല്ലോ ഈ റെന്റിന് എന്ന് പറയുന്നത്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ആ ഒരു വൃത്തി നീറ്റ്നെസ് ഒക്കെ കൊണ്ടുവരുന്നത്? ഓരോ കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞിട്ട് മറ്റു കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഈ 3 ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ അത് നേരെ ഡ്രൈ ക്ലീൻ ചെയ്യും. അതിന്റെ ശേഷം ഒക്കെ നീറ്റ് ആയതിന്റെ ശേഷമാണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അത് വൃത്തിയുടെ കാര്യത്തിൽ ഇനി ആരും അങ്ങനത്തെ ഒരു കാര്യമൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. റെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒക്കെ നീറ്റ് ആയിട്ട് തന്നെയാണ് അവർ കൊടുക്കുന്നത്. കളക്ഷൻ മാത്രമല്ല കേട്ടോ, ഇവിടെ സെയിൽ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബാംഗിൾസിൽ വരുന്നുണ്ട്, നെക്ലേസിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് വരുന്ന കുറെ ഐറ്റംസ് വേറെ. ഇതാണ് കോസ്മെറ്റിക് ഐറ്റംസിൽ വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഫേസ് വാഷുകളും അതുപോലെ തന്നെ നൈൽ പോളിഷും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെഡിങ് പാലസിലെ വിശേഷങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, എല്ലാം കൂടെ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇത് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. വേങ്ങര പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള ലിയാന ടെക്സ്റ്റൈൽസ് ഒക്കെ നിൽക്കുന്ന തൊട്ടടുത്തുള്ള അൽനഹിൽ മാൾ എന്ന് പറയുന്ന വേങ്ങര ടവർ എന്നൊക്കെ പറയുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു വെഡിങ് പാലസ് ഉള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലം മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കളക്ഷൻസും കാര്യങ്ങളും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. വളരെ മിതമായ വിലയിൽ നമുക്ക് അണിഞ്ഞൊരുങ്ങാൻ, മണവാട്ടിക്ക് അണിഞ്ഞൊരുങ്ങാൻ ഇത്രയും നല്ലൊരു കളക്ഷൻസ് വേറെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോസിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.